ജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഭക്ഷസീ താടി രാജ്യഭാരത്തെ രാഘവൻ സമർപ്പിയാതെ ഞങ്ങൾക്കാരുമാ എന്തിനു വന്നത്? അമ്മേ, നീ കൊലയ്ക്ക് കൊടുത്തില്ലേ? അമ്മ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് തെറ്റാണ് ചെയ്തത്? അവിടുന്ന് നീതിമാന്മാർക്ക് കരുത്തേകുന്നു, തണലേകുന്നു, കലമ്പേകുന്നു. നമ്മുടെ സാമൂഹിക കുടുംബത്തിനും അനുകൂലമായ കോടതി വിധി ഉണ്ടാക്കണമേ കർത്താവേ. കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരായ സഹോദരന്മാർക്ക് മാനസാന്തരം ഉണ്ടാകണമേ കർത്താവേ. കർത്താവേ സ്തോത്രം. സഹോദരനും സ്നേഹിതരുമായ സാമൂഹികനെയും കുടുംബത്തിനെയും വ്യാകുലതകളിൽ നിന്നും രക്ഷിക്കണമേ. അവർക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടാകണമേ. കുറ്റവാളികളായി കണ്ടെത്തിയിരിക്കുന്ന സഹോദരന്മാരെ മാനസാന്തരത്തിന്റെ വഴിയിലൂടെ നടത്തണമേ. നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവാദമായ ഏലപ്പാറ കേസിൽ ഹൈക്കോടതിയുടെ നിർണായക വിധി. വാർത്തകൾ വിശദമായി. വിവാദമായ ഏലപ്പാറ കേസിലെ 36 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ നൽകുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് ഡിവിഷൻ ബെഞ്ച് വിധി ചൂണ്ടിക്കാട്ടി. തൊടുപുഴ സെഷൻസ് കോടതി വിധിക്കെതിരെ പ്രതികൾ സമർപ്പിച്ച അപ്പീലിലാണ് ഈ വിധി. സ്വർഗസ്നായ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ ആഹാരത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്ത എല്ലാ പാപങ്ങൾക്കും നീ മാപ്പ് നൽകണമേ. ആമേൻ.
മോളെ കഴിക്ക്. എനിക്കിപ്പോ വിശക്കുന്നില്ല പപ്പ, ഞാൻ പിന്നെ കഴിച്ചോളാം. മോള് കഴിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് മോക്ക് പപ്പ വാരി തരാം. ഞാൻ കഴിച്ചോളാം പപ്പ. ദേ, എന്നും പറയണ പോലെയല്ല, ഇന്ന് കഴിക്കാതിരുന്നാലേ പപ്പ ശരിക്കും പിണങ്ങും. സത്യമായിട്ട് ഞാൻ കഴിച്ചോളാം പപ്പ. അവള് കഴിച്ചോളും. അവൾക്ക് ആ മുറിയോട് വലിയ ഇഷ്ടോ. അതാ കഞ്ഞിയായിട്ട് അങ്ങോട്ട് പോയത്. ലില്ലി കുട്ടിക്ക് അങ്ങനല്ലായിരുന്നു കൂടി. പടിഞ്ഞാപ്പുറത്തെ ജനലും തുറന്നിട്ട് ആകാശം ചോക്കുന്നതും കറക്കുന്നതും നോക്കി അങ്ങനെ ഇരിക്കും. വേണ്ട, പപ്പ വരുത്തരാം. എന്നെ പപ്പാന്ന് ആദ്യം വിളിച്ച എന്റെ ട്രീസ മൂക്ക്. ഇതെന്റെ ഷേർലി മൂക്ക്. എന്നെ മനസ്സിലായോ? പോലീസ് വാനില് നമ്മൾ ഒരുമിച്ച് ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. മാപ്പാക്കണം. എന്റെ മോള് നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല, സത്യമായിട്ടും പറഞ്ഞിട്ടില്ല. അറിയാം, എനിക്കറിയാം. നാളെ ഡൽഹിക്ക് പോവാണ്. കോടതി വിധിയുടെ പേപ്പേഴ്സ് വന്ന അവിടുന്ന് സ്റ്റേറ്റ്സിലേക്കും. പോകുന്നതിന് മുമ്പ് കാണണമെന്ന് തോന്നി, അതാ വന്ന. ഡൽഹിയിലൊക്കെ ഇപ്പൊ നല്ല ചൂടായിരിക്കും. ശേഖരൻ നായരും ഞാനും കൂടി പണ്ടൊക്കെ ഡൽഹിയിൽ വന്നിട്ടുണ്ട്. ഈ യൂണിയൻ ലീഡേഴ്സിന്റെ കോൺഫറൻസിന് ഒരു 4 ദിവസം ഉണ്ടായിരുന്നു. ഈ കേരള ഹൗസില്ലേ, അവിടെ താമസിച്ചത്. പതറരുത്, തോൽവി സമ്മതിക്കരുത് സാർ. ഏതോ പത്രത്തിൽ വായിച്ച ആട്ടിനെ ഓർക്കുന്നുണ്ട്. സാറിന് മോളെ ഡോക്ടറാക്കണം എന്നായിരുന്നു മോഹമെന്ന്. ആക്കണം സാർ, മോളെ ഡോക്ടറാക്കുക തന്നെ വേണം. സാറിനത് പറ്റും. പറ്റും. പക്ഷെ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് വേറെ എംബിയൂസുള്ളൊരു കാര്യമില്ല. എന്തിലെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യണം. ഈ ന്യൂറോ, ഓർത്തോ, കാർഡിയോളജി. വരട്ടെ, നമുക്ക് ആലോചിക്കാം. എന്നാ ഡൽഹിക്ക് പോകുന്നു പറഞ്ഞേ? ഡൽഹി ഒത്തിരി പടയോട്ടങ്ങളും ഭരണമാറ്റങ്ങളും കണ്ട മഹാനഗരം. ബാബർ, ഹുമയൂൺ, ഔറംഗസേബ്, പണ്ഡിറ്റ് നെഹ്റു, ഇന്ദിരാഗാന്ധി. സാമുവലിനെയും കുടുംബത്തെയും വിഷം ഉള്ളിൽ ചെന്ന് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലൈസ് ചെയ്തു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. സാഹചര്യ തെളിവുകൾ പരിശോധിച്ചാൽ ആത്മഹത്യാശ്രമം. നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി കേസ് വിധി പറയുന്നതിന് മുമ്പ് ഒരു ഹിയറിംഗിനായിട്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഒരു ആത്മഹത്യാശ്രമം സാമുവലിന്റെയും കുടുംബത്തിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? സാമുവലിന് എന്താ പറയാനുള്ളത്? ഈ ഏലപ്പാറയെന്നാണ് ഞാൻ സാധനം വാങ്ങിച്ചത്.
അവിടുത്തെ കുഞ്ഞിരാമൻ നായർ ഞാനുമായിട്ട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളാ. നമ്മുടെ കറിച്ചാലുകാരനാ. പരാമറ ഞാൻ ചോദിച്ചത്. അപ്പൊ കുഞ്ഞിരാമൻ നായരാ പറഞ്ഞത് ഈ പയറിനും വെണ്ടക്കടിക്കാൻ പരാമറിനേക്കാൾ നല്ലത് എക്കാലക്സ് ആണെന്ന്. ഈ പച്ചക്കറി കടിക്കാനെന്നാ ഞാൻ നായരോട് പറഞ്ഞതേ. ഏഴേ കൊച്ചിനറിയില്ലായിരുന്നു അവളാ പറ്റിച്ചേർന്നത്. അതാ ഞങ്ങൾ നാലാൾ ചാവാതിരുന്നതേ. സാമുവല് മജിസ്ട്രേറ്റിനോടാണ് സംസാരിക്കുന്നത്. ആത്മഹത്യാ ശ്രമത്തിന് 1 വർഷം വരെ ശിക്ഷയാ. ഈ കുട്ടിക്കാനം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചാ ലിസമോളെ പ്രസവിച്ചത്. 3ാമത്തേത് പെൺകുഞ്ഞാന്ന് പറഞ്ഞപ്പോ അന്ന് ലില്ലിക്കുട്ടിയുടെ മുഖം മാറി. അപ്പൊ ഞാൻ ചോദിച്ചു, പെൺകുഞ്ഞായാലെന്നാ? ഇന്ദിരാഗാന്ധി പെണ്ണല്ലേ? മാർഗരറ്റ് താച്ചർ പെണ്ണല്ലേ? നമ്മുടെ കെ.ആർ. ഗൗരിയമ്മ പെണ്ണല്ലേ? എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞ എൻ്റെ മക്കളോട് ചാകാൻ ഇഷ്ടമുണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇന്നാൾ വരെ അവർക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടോ? ഈ പെൺപിള്ളേരും ഞാനും ജീവിച്ചിരിക്കുന്നതൊക്കെ നല്ലത് ചാകുന്നില്ലേ സാർ? ചാകണം സാർ. ചാവാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? എന്തെങ്കിലും? കോടതി 3 മാസത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുക. ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്താൽ അപ്പീൽ കൊടുക്കാം. പുറത്തുനിന്ന് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ. വേണ്ട സാർ, അപ്പീലൊന്നും പോകണ്ട. പോവാ സാർ. ഈ പുറത്തു വന്നാൽ ഞങ്ങൾ ചാവും എന്ന് പുള്ളിക്കാരന് മനസ്സിലായി. ജഡ്ജിന് എല്ലാം മനസ്സിലാവും. എല്ലാം മനസ്സിലാവുന്ന ആളെ നാം ജഡ്ജ് എന്ന് പറയും. ജഡ്ജ് എല്ലാം മനസ്സിലാക്കുന്നതാണ്. ഈ ഇന്ദിരാഗാന്ധിയെ കൊന്നവരെ ശിക്ഷിക്കാൻ എത്ര വർഷം എടുത്തു? 10 വർഷം എടുത്തു. നമ്മുടെ ഗതി എത്ര പെട്ടെന്നാ വന്നേ. നമുക്ക് ഭാഗ്യമുണ്ട്. സാമൂലും മക്കളും ഭാഗ്യം ചെയ്തവരാ.